സ്വന്തം ഗ്രാമത്തിലെ കടുത്ത വരൾച്ചയും ഭക്ഷ്യക്ഷാമവും കാരണം മറ്റൊരു ദേശം തേടിയിറങ്ങിയതാണ് പൊന്നൻ തവള. വറ്റാത്ത ഒരു കുളമുണ്ടെന്ന് വരും വഴി തവള കേട്ടിരുന്നു. അവിടേക്കുള്ള പ്രയാണമാണ്. ഇതെത്ര നടന്നു, ദാഹിച്ചു സഹി കെട്ടോ. ദൂരെ ഒരു പൂന്തോട്ടം കാണുന്ന പൊന്നൻ തവള സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഹായ് ഹായ്, അവിടെ നിറയെ ചെടികളും പൂക്കളും. ഉറപ്പായും ഉറവ പറ്റാത്ത കുളം അവിടെയാകും. തന്റെ ക്ഷീണം മറന്ന് പൊന്നൻ തവള വേഗം അങ്ങോട്ടേക്ക് പോയി. ആ കുളത്തിൽ നല്ല ഭംഗിയുള്ള കുറച്ച് മീനുകൾ താമസിച്ചിരുന്നു. എന്നാൽ ആ മീനുകൾ അവരുടെ സൗന്ദര്യത്തിൽ വല്ലാതെ അഹങ്കരിച്ചിരുന്നു. ഈ കൂട്ടുകാരി, ഇന്നലെ ഇവിടെ വെള്ളം കുടിക്കാൻ വന്ന കാക്കയെ നീ ഭയപ്പെടുത്തി ഓടിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ നമ്മൾ മാത്രം മതി കൂട്ടുകാരി, മറ്റാരും ഇവിടെ വേണ്ട. അതെ അതെ, നമ്മൾ മാത്രം മതി. ഇത് നമ്മളുടെ മാത്രം സ്ഥലമാണ്. ഇവിടേക്ക് ഒരാളെയും നമ്മൾ കയറ്റില്ല. ഹയ്യ, ഹായ് കൂട്ടുകാരെ, ഇങ്ങനെ ചാടി നോക്കൂ, നല്ല രസമാണ്. കൂട്ടുകാരെ, ദേ നോക്കിക്കേ, ഇങ്ങോട്ടൊരു തവള വരുന്നു. ഏയ്, ഇങ്ങോട്ടൊന്നുമല്ല, അത് വേറെ വഴിക്കാണ്. അല്ലല്ല, ഇങ്ങോട്ട് തന്നെയാണ്. അതിനെ കണ്ടാലും മതി. അയ്യേ, ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് അവനെ ഓടിക്കണം. എനിക്ക് തവളയെപ്പോലെ ഭംഗിയില്ലാത്ത ജീവികളെ കാണുന്നതേ ഇഷ്ടമില്ല. ഇങ്ങോട്ട് വരട്ടെ, ഒരു പാഠം പഠിപ്പിച്ച് വിടാം അവനെ. അപ്പോഴേക്കും പൊന്നൻ തവള കുളത്തിലെത്തി കഴിഞ്ഞിരുന്നു. അന്നേരം മീനുകൾ ഒരാമ്പലിന്റെ അടിയിൽ ഒളിഞ്ഞിരുന്നു. പൊന്നൻ തവള കുളത്തിലിറങ്ങി വയറു നിറയെ വെള്ളം കുടിച്ചു. ആശ്വാസമായി. നീ ആരാ? ചോദിച്ചത് കേട്ടില്ലേ? ആരാ? ഇവിടെ എന്താ? ഇത് ഞങ്ങളുടെ കുളമാണ്. ഹായ് കൂട്ടുകാരെ, ഞാൻ പൊന്നൻ, ദൂരെ നിന്നും വന്നതാണ്. ഇവിടെ മാത്രമേ വെള്ളമുള്ളൂ. ദാഹം സഹിക്കാൻ വയ്യാതെ കുടിച്ചതാ. അതിന് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരികയാണോ ചെയ്യേണ്ടത്? ഇവിടെ ഞങ്ങൾക്കുള്ള വെള്ളവും ആഹാരവും മാത്രമേ ഉള്ളൂ. അതിവിടെ വന്ന് കയറുന്നവർക്ക് തരാൻ പറ്റില്ല. വേഗം തിരിച്ചു പൊക്കോ. അയ്യോ കൂട്ടുകാരെ, അങ്ങനെ പറയല്ലേ. എനിക്ക് പോകാൻ ഇനി ഒരു സ്ഥലവുമില്ല. നീ വേഗം പോകാൻ നോക്ക്. നിന്നെ കണ്ടാലേ ഒരു വൃത്തിയുമില്ല, കാണാനും കൊള്ളു. അയ്യേ, നിന്നെ കണ്ടാലേ അറപ്പ് തോന്നുന്നു. പോ പോ, ഇവിടെ നിന്നും പോ. എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കല്ലേ. എന്നെയും ചങ്ങാതിയായി കണ്ടൂടെ? അയ്യേ, നിന്നെയാണോ ഞങ്ങൾ ചങ്ങാതിയാക്കേണ്ടത്? അയ്യേ, നീ ഞങ്ങളെ ഒന്ന് നോക്ക്. ലോകത്തിലെ ഏറ്റവും സുന്ദരികളാണ് ഞങ്ങൾ. നീ നോക്ക്, കണ്ടോ ഞങ്ങളുടെ അഴക്? ഈ ഞങ്ങൾ കാണാൻ ഭംഗിയില്ലാത്ത നിന്നെ കൂടെ കൂട്ടാനോ? അയ്യേ അയ്യേ, ചൊറിയൻ തവള. ആ ഭംഗിയില്ലാത്തവന്റെ ആഗ്രഹം നോക്കണേ കൂട്ടുകാരെ, നമ്മുടെ ചങ്ങാതി ആവണമെന്ന്. അമ്പോ, അത്യാഗ്രഹം തന്നെ. അടുത്ത ദിവസം മീനുകളോട് കൂട്ടുകൂടാനായി പൊന്നൻ തവള കുളക്കരയിലേക്ക് വീണ്ടും വന്നു. അതേ, ഒന്ന് നിക്ക്. താൻ ആള് കൊള്ളാലോ. ഞങ്ങൾ എതിർത്തിട്ടും വീണ്ടും താൻ കുളത്തിൽ ഇറങ്ങിയല്ലേ? അയ്യോ, അങ്ങനെയല്ല. അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കുളത്തിലിറങ്ങിയത്. ഞാൻ കുളത്തിലിറങ്ങില്ല, അല്പം വെള്ളത്തിന് വേണ്ടി മാത്രം. നീ വെള്ളം കുടിക്കണ്ട, പോകാൻ നോക്ക്. വെള്ളം കുടിക്കാൻ എനിക്ക് അവകാശമുണ്ട്.
ഞങ്ങളോട് അവകാശത്തെക്കുറിച്ച് പറയുന്നോ? ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാമ കുളക്കരയിൽ ഇരിപ്പുണ്ടായിരുന്നു. കുളത്തിലിറങ്ങാൻ കഴിയാതെ തവള വിഷമിച്ചു പോകുന്നത് കണ്ട ആമ മീനുകളുടെ അടുത്തേക്ക് ചെന്നു. എന്താ നിങ്ങൾ അവനെ കുളത്തിലിറക്കാത്തത്? ഞങ്ങൾ അവനെ വിരട്ടി ഓടിച്ചു. ഈ കുളത്തിൽ താമസിക്കാൻ ഞങ്ങൾ അനുമതി കൊടുക്കില്ല. ഞങ്ങൾ എത്ര ഭംഗിയുള്ളവരാണ്. ആ തവള എന്തിനു കൊള്ളാം. എന്തൊരു രൂപമാണ് അതിന്. ഛേ, അങ്ങനെ രൂപവും സൗന്ദര്യവും നോക്കി ആരെയും നമ്മൾ വില കുറച്ച് കാണരുത്. ഞങ്ങൾക്ക് ഞങ്ങൾ മതി. നിങ്ങൾക്കറിയാമോ, ശക്തനായ സിംഹരാജനെ ഒരിക്കൽ വേടനിൽ നിന്നും ഒരു കുഞ്ഞെലിയായിരുന്നു രക്ഷിച്ചത്. വലിപ്പമോ രൂപമോ ഭംഗിയോ നോക്കിയല്ല ഒരാളെ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്രമാത്രം. അനുഭവം ഗുരു. ഞങ്ങളെ കുളത്തിലെ വെള്ളം കുടിച്ചിട്ട് ഞങ്ങളെ ഉപദേശിക്കുന്നു. നോക്ക്, നിങ്ങൾ വിചാരിക്കും പോലെയല്ല, എല്ലായിടത്തും വെള്ളം വറ്റിത്തുടങ്ങി. ഇവിടെ വെള്ളമുണ്ടല്ലോ. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പോഴും വെള്ളമുള്ളത്. എപ്പോൾ വേണമെങ്കിലും ഈ കുളവും വറ്റും. ഇവിടുത്തെ വെള്ളമൊന്നും പറ്റില്ല. ഒന്ന് ഓർത്തു നോക്ക്, ഈ കുളത്തിലെ വെള്ളം വറ്റിയാൽ നിങ്ങൾ എന്തു ചെയ്യും? ഈ മണ്ടനാമയുടെ ഒരു കാര്യം. ഒന്നറിയാമോ, നിങ്ങൾക്ക് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. പക്ഷേ ആ തവളയ്ക്ക് വെള്ളത്തിലും കരയിലും ഒരുപോലെ താമസിക്കാം. ആരെയും ചെറുതായി കാണരുത്. ആ ആമയുടെ സംസാരം കേട്ടോ. നമ്മളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അതെ അതെ, നമ്മുടെ ദയിൽ വെള്ളം കുടിച്ചതും പോരാഞ്ഞ് ആമച്ചാരുടെ ഒരു അഹങ്കാരമേ. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ കുളക്കരയിലേക്ക് ഒരു ചൂണ്ടക്കാരൻ വന്നു. അയ്യോ കൂട്ടുകാരെ, ആപത്താണ്. ആ ആഹാരം കഴിക്കരുത്. അതൊരു കെണിയാണ്. നിങ്ങൾ അപകടത്തിലാകും. എന്ത് ധൈര്യത്തിലാണ് വൃത്തിയില്ലാത്ത നീ ഈ കുളത്തിലിറങ്ങിയത്? വേഗം കരയിലേക്ക് കയറിക്കോ. നമ്മൾ മാറിയിട്ട് അവനത് കഴിക്കാനായിരിക്കും. അരുത്, നിങ്ങളിതിൽ കൊത്തരുത്. ഇത് ചതിയാണ്. അയ്യോ അയ്യോ, അപ്പൊ ഞങ്ങളിത് കൊത്തിയിരുന്നെങ്കിൽ അതെ, അപകടം ആയേനെ. ക്ഷമിക്കണം ചങ്ങാതി. ഞങ്ങൾ നിന്നെ ഒരുപാട് കളിയാക്കി. എന്നിട്ടും നീ ഞങ്ങളോട് വെറുപ്പ് കാട്ടാതെ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. തവളച്ചാരെ, ഇനി നീ എന്നും ഞങ്ങളുടെ നല്ല ചങ്ങാതി ആയിരിക്കും. നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഈ കുളത്തിൽ കഴിയാം. കുളത്തിൻ കരയിലെ പുല്ലുകൾ സൂപ്പർ. പുല്ലുകൾക്ക് മാത്രമല്ല, ഈ കുളത്തിലെ വെള്ളത്തിനും നല്ല രുചിയാ. ഈ കുളത്തിലേക്കെടുത്ത് ചാടിയാലോ? എന്റെ മൂക്കത്ത് വന്നിരുന്ന് എന്നെ അപായപ്പെടുത്താനുള്ള വഴി പറഞ്ഞു തരുന്നോ? നിന്നെ ഞാനിന്ന് ശരിയാക്കും. എന്നാ എന്നെ ഒന്ന് പിടിക്ക്. അയ്യോ, അതെന്ത് സാധനമാ മുകളിൽ നിൽക്കുന്നത്? ഓ, കണ്ടിട്ട് പേടിയാവുന്നു. അതെങ്ങാനും ഈ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണ നമ്മളൊക്കെ ചതഞ്ഞരഞ്ഞ് ചത്തത് തന്നെ. വേഗം വാ, നമുക്ക് അമ്മയോട് ചെന്ന് പറയാം. അമ്മേ അമ്മേ, കുഞ്ഞുങ്ങൾ പേടിച്ചാണല്ലോ വരുന്നത്. എന്തു പറ്റിയാവോ? അമ്മേ, അങ്ങ് മുകളിൽ എന്തോ വലിയൊരു സാധനം. കണ്ടിട്ട് പേടിയാവുന്നമ്മേ. എവിടെയാ? വാ, നമുക്കൊന്ന് പോയി നോക്കാം. വല്ലോ തിമിംഗലോ ആയിരിക്കും എന്തോ.
അമ്മ മുന്നേ നീടിക്കോ, ഞങ്ങള് പിന്നാലെ ഉണ്ട്. ആഹാ, ഇതിനെ കണ്ടിട്ടായിരുന്നോ നിങ്ങൾ ഇത്രമാത്രം പേടിച്ചത്? ആരും പേടിക്കണ്ട, ആ ജീവി കുളത്തിലൊന്നും ഇറങ്ങി വരില്ല. അത് എന്ത് ജീവിയാ അമ്മേ? ആ ജീവിയാണ് മക്കളെ പശു. പശു, നല്ല പേര്. അക്ഷരം സ്ഫുടമായി പറഞ്ഞു പഠിക്കൂ മക്കളെ. പശു, പശു. പശു പശു. ആ പശു, പശു. ആ പശു. പശു പശു അല്ല, വെറും പശു. ചിരിച്ച് ചിരിച്ച് ഞാനിപ്പോ ചാവും. നിങ്ങളുടെ ഓരോ തമാശകള്. അതിനിവിടെ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ തവളച്ചേട്ടാ. കുളത്തിൻകരയിൽ നിന്ന് പുല്ല് തിന്നുന്ന വെറുമൊരു പശുവിനെ കുറിച്ച് ഇത്രമാത്രം മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ കുളത്തിലെ വെള്ളത്തിൽ കുറച്ചു നേരം മുങ്ങിക്കിടന്ന ചത്തുപോകുന്ന കരയിലെ വെറുമൊരു ജീവി മാത്രമാണവൻ. ഈ വെള്ളത്തിൽ നിന്നും കുറച്ചു നേരം കരയ്ക്ക് കയറി കിടന്നാൽ ഞങ്ങളും ചത്തുപോകില്ലേ? അതെ അതെ, മീനുകളായ നിങ്ങൾക്ക് കരയിൽ ജീവിക്കാൻ പറ്റാത്തതുപോലെ ആ പശുവിന് ഈ വെള്ളത്തിലും ജീവിക്കാൻ പറ്റില്ല. എന്നാ വെള്ളത്തിലും കരയിലും ഒരേപോലെ ജീവിക്കാൻ ഈ തവളച്ചേട്ടന് സാധിക്കും. അതാണ് മാക്കാൻ തവള. ഇനി നിങ്ങൾ പറയൂ, ആ പശുവാണോ ഈ മാക്കാൻ തവളയാണോ കേമൻ? കഴിവിൽ കേമൻ തവളച്ചേട്ടൻ തന്നെ. കറക്റ്റ്. ആർപ്പിട് മക്കളെ, ആർപ്പിട്. എന്നാൽ വലിപ്പത്തിൽ കേമൻ ആ പശുവാണ്. ഓ, വലിപ്പമോ? എന്തോന്ന് വലിപ്പം? എന്റെ ശരിക്കുള്ള വലിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലെങ്കിലും കാണേണ്ടതൊന്നും കാണില്ലല്ലോ. നിങ്ങൾക്കറിയാമോ, ഞാനൊന്ന് വലിപ്പം കൂട്ടിയാൽ ആ പശുവിനേക്കാൾ വലുതാകും. എന്ത്? ആ പശുവിനേക്കാൾ വലുതാകുമെന്നോ? അതെന്ന്, എന്റെ മുത്തച്ഛൻ ദർജുരന് ഒരു ആനയുടെ വലിപ്പം ഉണ്ടായിരുന്നു. മുത്തച്ഛൻ മരിച്ചുപോയി. ഇല്ലെങ്കിൽ ഉറപ്പായി നിങ്ങളെ പരിചയപ്പെടുത്താമായിരുന്നു. എന്തായാലും ഞാനിത് വിശ്വസിക്കില്ല. പശുവിനോളം വലുതാകാൻ ഒരിക്കലും ഒരു തവളയ്ക്ക് കഴിയില്ല. എല്ലാവരും നോക്കിക്കോ, തുമ്പിയും കണ്ടോളൂ, ഞാൻ ആ പശുവിനേക്കാൾ വലുതാവുന്നത്. ആഹാ, എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഇപ്പോ എങ്ങനുണ്ട്? ഞാൻ ആ പശുവിനേക്കാൾ വലുതായില്ലേ? ഒന്നും സംഭവിച്ചിട്ടില്ല, ഇപ്പോഴും പഴയതുപോലെ തന്നെ. ശ്വാസം വീർപ്പിച്ച് പിടിച്ചിരിക്കുന്നതിനാൽ ഒരല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. മീനുകളെ ഒന്ന് ആത്മാർത്ഥമായ ആർപ്പ് വിളിച്ചു തന്നേ. തവളച്ചേട്ടൻ അങ്ങ് വലുതാവട്ടെ. ആർപ്പ് വിളി നിർത്തിക്കോടാ പിള്ളാരെ, തവളച്ചേട്ടന്റെ കഥ കഴിഞ്ഞു. അയ്യോ, നമ്മുടെ തവളച്ചേട്ടൻ എന്തു പറ്റി? വലിയവനെന്ന് സ്വയം നടിക്കുന്ന അഹങ്കാരികളായ വിഡ്ഢികൾക്ക് സംഭവിക്കുന്നത് തന്നെ തവളച്ചേട്ടന് സംഭവിച്ചു മക്കളെ. അമ്മേ, അതാരാ പറക്കുന്നത്? കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അതാണ് തുമ്പിപ്പെണ്ണ്. എനിക്ക് തുമ്പിപ്പെണ്ണിനെ അടുത്ത് കാണണം. അതിനെന്താ, തുമ്പിപ്പെണ്ണിനെ ഞാൻ വിളിക്കാം. തുമ്പിപ്പെണ്ണേ, ഒന്നിങ്ങോട്ട് വരൂ. എൻ്റെ മോൻ നിന്നെ ശരിക്കൊന്ന് കാണട്ടെ.
ദാ ശരിക്ക് കണ്ടോളൂ. തുമ്പിപ്പെണ്ണെ നിന്റെ വീട് എവിടെയാ? ഓ, അങ്ങനെ പ്രത്യേകിച്ച് വീടൊന്നുമില്ല. രാത്രി ഇലയുടെ താഴെയോ ആരും കാണാതെ മരത്തടിയിലോ ഒക്കെ ഒളിച്ചിരിക്കും. ഞങ്ങൾ തവളകൾ വെള്ളത്തിലാ മുട്ടയിടുന്നത്. കൊള്ളാം, ഞങ്ങളും അങ്ങനെ തന്നെയാ. മുട്ടകൾ ഒഴുകിപ്പോവില്ലേ? ഏയ്, അധികം ഒഴുക്കില്ലാത്ത വെള്ളത്തിലാണ് ഞങ്ങൾ മുട്ടയിടുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു തുമ്പിയെ കണ്ടിരുന്നു. തുമ്പിപ്പെണ്ണിനെ പോലെ ഇത്ര നന്നായി പറക്കുകയൊന്നുമില്ല. കാഴ്ചയിലും ഇതുപോലെയല്ല. ഓഹോ, അതാരാ? ഞാൻ ചോദിച്ചപ്പോൾ അവർ പൊടിമണ്ണിലാണ് മുട്ടയിടുന്നതെന്ന് പറഞ്ഞു. ആ, ഇപ്പോൾ ആളെ പിടികിട്ടി. വരൂ, അവൻ്റെ വീട് ഞാൻ കാണിക്കാം. ഒരിക്കൽ ഒരിടത്ത് മഹാമടിയനായൊരു പാമ്പുണ്ടായിരുന്നു. ചെറുജീവികളെ പറ്റിച്ചു ഭക്ഷിക്കുകയാണ് അവന്റെ സ്ഥിരം രീതി. ഓ, തവളക്കാല് കഴിച്ച കാലം മറന്നു. ഇന്നെന്തായാലും ആ ആഗ്രഹം സാധിക്കണം. അതിനെന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തണം. വഴിയുണ്ടാക്കാം.
അവിടെ അടുത്ത് ഒരു കുളത്തിൽ കുറേ തവളകൾ താമസിച്ചിരുന്നു. അവിടേക്കായിരുന്നു ആ പാമ്പിന്റെ യാത്ര. അധികം താമസിയാതെ തന്നെ അവൻ അവിടെ എത്തി. അയ്യോ പാമ്പ്! ഏയ് ചങ്ങാതിമാരെ, നിങ്ങൾ എങ്ങോട്ടാണ് ഈ ചാടിപ്പോകുന്നത്? ആരും ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതൊന്നുമല്ല. അതെ, ഞാനിപ്പോൾ മാംസം ഭക്ഷിക്കാറില്ല, ഒരു ജീവികളെയും കൊല്ലാറുമില്ല. പരമസാത്വികനാണ് ഞാൻ. ഞങ്ങളെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ഇതൊക്കെ നിന്റെ സൂത്രമല്ലേ? സത്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെങ്ങനെ? കുറെ തവളപിടുത്തക്കാരെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. അവരിങ്ങോട്ടാണ് വരുന്നതെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അക്കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നത്. പാമ്പ് പറഞ്ഞത് കേട്ടപ്പോൾ തവളകൾക്ക് സംശയവും പേടിയും തോന്നി. അവർ കൂടി ആലോചിക്കാൻ തുടങ്ങി. ഈ പാമ്പ് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിലോ? തവളപിടുത്തക്കാർ ഇവിടെ എത്തുന്നതിന് മുൻപ് നമുക്ക് എങ്ങോട്ടെങ്കിലും മാറിപ്പോകണം. പക്ഷേ നമ്മൾ എവിടേക്കാണ് മാറിപ്പോവുക? എന്നെ വിശ്വസിക്കാമെങ്കിൽ ഞാൻ നിങ്ങളെ സുരക്ഷിതമായി ഒരു സ്ഥലത്തെത്തിക്കാം. പാമ്പ് പറഞ്ഞത് വിശ്വസിച്ച തവളകൾ അവനോടൊപ്പം യാത്രയായി. ഒരു തവളക്കാല് തിന്നാൻ കൊതിച്ച എനിക്ക് ഒരു ഡസൻ തവളക്കാല് കിട്ടി. ഇവരെ സുരക്ഷിതമായി എത്തിക്കാമെന്ന് പറഞ്ഞത് എന്റെ വയറ്റിലേക്കാണെന്ന് ഈ മണ്ടന്മാരുണ്ടോ അറിയുന്നു. എന്താ ചേട്ടാ പിറുപിറുക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല, നല്ലോണം മുറുക്കി പിടിച്ചിരുന്നു. സ്പീഡ് കൂടിയാ പോകുന്നത്. ഈ ഗുഹയിലേക്ക് കയറാം. വഴിയിൽ കണ്ട ഒരു ഗുഹയിലേക്ക് പാമ്പ് ഇഴഞ്ഞു കയറാൻ തുടങ്ങി. ചേട്ടാ, ഈ ഗുഹയിലേക്ക് എന്തിനാണ് കയറുന്നത്? ഇത്രയും ദൂരം വന്നതല്ലേ, അല്പം വിശ്രമിച്ചിട്ട് പോകാം. അയ്യോ ചേട്ടാ, അതിൽ കേറരുതേ. ഏയ് ഒന്ന് ചുമ്മാതിരിക്കടേ, വിശ്രമവും ആവാം, എനിക്കല്പം വിശപ്പും മാറ്റാം. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, അയ്യോ അയ്യോ അയ്യോ. തവളകളെ ഭക്ഷിക്കാൻ കയറിയ ഗുഹ കീരിയുടേതാണെന്ന് ചതിയനായ പാമ്പ് അറിഞ്ഞിരുന്നില്ല. മറ്റുള്ളവരെ കുഴിയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നവർ സ്വയം കുഴിയിൽ വീഴും. പാമ്പിന് സംഭവിച്ചതും അതാണ്.